കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് പൗരോഹിത്യ ജീവിതം, നമുക്കറിയാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അച്ഛൻ്റെ ജീവിതം കുർബാന അർപ്പണത്തിൽ മാത്രം ഒതുങ്ങുവാനുള്ളതല്ല. പിന്നെയോ അച്ഛൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ജീവിതം തന്നെ ഒരു കുർബാനയായി ആഘോഷിക്കുവാനാണ്. നമ്മുടെ കുർബാനയിലെ സാധാരണ സദറ പ്രാർത്ഥനയിൽ പുരോഹിതൻ നടത്തുന്നൊരു അപേക്ഷയുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതം തന്നെ നിനക്ക് സ്വീകാര്യമായ ഒരു കുർബാനയാക്കി മാറ്റണമേ. അതാണ് സത്യത്തിൽ പൗരോഹിത്യത്തിൻ്റെ മർമ്മം. അച്ഛൻ ആയിത്തീരേണ്ട കുർബാനയുടെ കൗദാശികമായ ആഘോഷമാണ് അച്ഛൻ അർപ്പിക്കുന്ന കുർബാന. പുള്ളി അർപ്പിക്കുന്ന കുർബാനയും ആയിത്തീരേണ്ട കുർബാനയും തമ്മിൽ സത്താപരമായ ബന്ധമുണ്ട്. ആ ബന്ധമില്ല എങ്കിൽ അച്ഛൻ്റെ ജീവിതം ഡിവൈഡഡ് ആയിരിക്കും, വിഭജിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആത്യന്തികമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കുർബാനയായി തീരുവാനാണ്, കുർബാനയായ ജീവിതം ജീവിക്കുവാനാണ്. പൗരോഹിത്യം അപ്പമാണ്, കുർബാനയാണ്. അപ്പം പ്രത്യേകമായി ആശീർവദിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് അതൊരു പുരോഹിത സത്യമായി മാറുന്നത്. ആ ആശീർവദിക്കപ്പെട്ട അപ്പത്തിൻ്റെ നിയോഗം മുറിക്കപ്പെടുക എന്നുള്ളതാണ്, പങ്കിടുക എന്നുള്ളതാണ്, അനേകർക്ക് പോഷണമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അച്ഛനാകുന്ന കുർബാന, അച്ഛനാകുന്ന അപ്പം ഇന്നു മുതൽ സജ്ജമാണ് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ, നിങ്ങൾക്ക് വേണ്ടി പങ്കിടപ്പെടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പോഷണമായി മാറുവാൻ. ഇതാണ് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം, അന്തസത്ത. അപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇപ്രകാരം മുറിക്കപ്പെടുവാനും പങ്കിടപ്പെടുവാനും അങ്ങനെ പൂർണ്ണമായി ഇല്ലാതായി തീരുവാനുമുള്ള ഒരു വിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.